യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയോ? വധശിക്ഷ റദ്ദാക്കിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും വധശിക്ഷ റദ്ദാക്കൽ വാർത്തകൾ നിരസിച്ചിരിക്കുകയാണ്. ഇതോടെ അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവങ്ങളിലൂടെ നിമിഷപ്രിയ കേസ് കൂടുതൽ സങ്കീർണമാകുകയാണ്. വധശിക്ഷയിൽ നിന്ന് പിറകോട്ടു പോകില്ല എന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് തലാലിന്റെ സഹോദരൻ അറിയാതിരിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. കാന്തപുരത്തെ ആരാണ് ബന്ധപ്പെട്ടത്? അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ? അവർ ആരെയാണ് ബന്ധപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നാണ് തലാലിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് നിലനിൽക്കുന്നുണ്ട്. വധശിക്ഷയുടെ കാര്യത്തിൽ യമനിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കാതെ കാന്തപുരത്തിന്റെ ഓഫീസ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പക്ഷേ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ നിയമോപദേശകനും സുപ്രീം കോടതി അഭിഭാഷകനുമായ സുഭാഷ് ചന്ദ്രൻ ഇന്ന് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് ബോധ്യമാകും. യമനിലെ നിയമപ്രകാരം മരിച്ചവരുടെ സ്വത്തിന്റെ അവകാശികളാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും മക്കളും മാതാപിതാക്കളുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവർ ജീവിച്ചിരിപ്പില്ല എങ്കിൽ മാത്രമേ സഹോദരന് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. തലാലിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളുമുണ്ട്. ഇവർ വധശിക്ഷ എന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത്. ഞങ്ങൾ സ്വന്തം നിലയ്ക്കാണ് ചർച്ചകൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാർ ഈ ചർച്ചകളിലൊന്നും പങ്കാളിയായിട്ടില്ല എന്നും സുഭാഷ് ചന്ദ്രൻ പറയുന്നു. സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ തലാലിന്റെ സഹോദരൻ അറിയാതെയാണോ ഈ ചർച്ച നടന്നിട്ടുണ്ടാവുക എന്ന ചോദ്യവും ഉയരുകയാണ്. നിമിഷപ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് ഇന്നലെ രാത്രിയാണ് അറിയിച്ചത്. യമനിലെ മതപണ്ഡിതൻ ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്നും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുമായിരുന്നു കാന്തപുരത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവന. നേരത്തെ താൽക്കാലികമായി നീട്ടിവെച്ച വധശിക്ഷയാണ് ഇപ്പോൾ പൂർണ്ണമായും റദ്ദ് ചെയ്തത് എന്നും യമൻ സർക്കാരിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക രേഖാമൂലമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു. തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൻ അൽ വിസ്വാബിയും ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെ വധശിക്ഷ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ജയിൽ മോചനമോ ജീവപര്യന്തമോ മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് സർഹാൻ ഷംസാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്നും ഇക്കാര്യത്തിൽ യമനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചുവെന്നും യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവിയും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 14-നാണ് വധശിക്ഷ മരവിപ്പിച്ചതായുള്ള വിവരം ലഭിക്കുന്നത്. അതിനുശേഷം വധശിക്ഷ റദ്ദാക്കുന്നതിലടക്കം നിരന്തരം ചർച്ചകൾ യമനിൽ നടന്നിരുന്നു. അതിന്റെ ഭാഗമായാണ് വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായത് എന്നും ജവാദ് മുസ്തഫാനി വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യം ശരിയല്ല എന്നും കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്നും തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയത്. കാന്തപുരത്തെ ആരാണ് ബന്ധപ്പെട്ടത്? അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായി ബന്ധമുണ്ടോ? അവർ ആരെയാണ് ബന്ധപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കണം. ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നും തലാലിന്റെ കുടുംബവുമായുള്ള ചർച്ചകൾ എല്ലാം ലൈവായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരഹിതമായ ക്രൂരത ചെയ്ത ഒരു കൊലയാളിയെ കരുണയോടെ സമീപിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത്തരക്കാരോട് മതത്തിന്റെ പേരിൽ ക്ഷമ ചോദിക്കാനും അതിന്റെ മറവിൽ കുൽസിതമായ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാനും പാടില്ല. യമൻ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഇസ്ലാമിക ശരീഅത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൊലയാളിക്കെതിരായ കോടതി വിധികളെ ആദരിക്കുകയും ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് ബാധ്യതയാണ്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ വേദനയും അവകാശവും ആദരിക്കുകയും
അവരടയാളപ്പെടുത്തിയ ദൈവിക വിധിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണ് എന്നും മഹദി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതിനിടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാദം നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിരുന്നു. നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് ചില വ്യക്തികൾ പങ്കുവെക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. യമനിലെ ഹൂത്തി സർക്കാരുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതാണ് ഈ ഒരു പ്രശ്നം ഇത്ര സങ്കീർണമാക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് യമനിൽ നേരിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. അതേസമയം നിമിഷപ്രിയയുടെ മോചനം പ്രതീക്ഷിച്ച് 13 വയസ്സുകാരി മകൾ മിഷേൽ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട്. പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനുമൊപ്പമാണ് മിഷേൽ യമനിലെ അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയാചിക്കാൻ എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കഴിഞ്ഞ 10 വർഷമായി മകൾ കണ്ടിട്ടില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നടത്തിയ വികാരനിർഭരമായ അഭ്യർത്ഥനയിൽ മിഷേൽ, എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്, അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണം, അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, ഞാൻ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. 2017 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പുതുതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹദിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് നിമിഷപ്രിയയെ എത്തിച്ചത്. തലാൽ തന്നെ വഞ്ചിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു. ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യമനി യുവതിയും മഹദിയുടെ മർദ്ദനത്തിന് നിരന്തരം ഇരയായിരുന്നു. തുടർന്ന് സനയിലെ ജയിൽ വാർഡനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിനെ മരുന്ന് കുത്തിവെച്ച് മയക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലപ്രദമായിരുന്നില്ല. തലാൽ മയക്കുമരുന്നിന് അടിമയായതിനാലാണ് നിമിഷം നൽകിയ മരുന്ന് ഫലിക്കാതിരുന്നത്. മയക്കാനായി വീണ്ടും മരുന്ന് കുത്തിവെച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത്. ഓവർഡോസാണ് കാരണമെന്ന് ആക്ഷൻ കൗൺസിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. എന്നാൽ മെഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയെ കുടുക്കിയത്. മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം സംഭവിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത്. നിമിഷപ്രിയ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നും അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്നുമാണ് കുടുംബം പറയുന്നത്. കേസിന്റെ വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു. അപ്പീൽ പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ 2020 ശരിവെച്ചു. ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നുവെങ്കിലും അത് പരിഗണിച്ചില്ല. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം ഉടൻ യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.